കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വീണ്ടും രാഷ്ട്രീയ സ്വയംസേവക സംഘം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുടെ വേദിയിലെത്തിയതായി വാർത്തകൾ പുറത്തുവരുന്നു. മാധ്യമങ്ങൾ ഈ വാർത്തകളൊക്കെ എടുത്തിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ, ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പരിപാടി അതാര് സംഘടിപ്പിച്ചാലും അതിൽ പോകുന്നതിലും പങ്കെടുക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും എന്താണ് തെറ്റ്? അല്ലെങ്കിൽ RSS എന്ന പ്രസ്ഥാനം, RSSന് വിദ്യാഭാരതി എന്ന് പറയുന്ന ഈ സ്കൂളുകളും അതുപോലെ വിദ്യാഭ്യാസ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനമുണ്ട്. അല്ലെങ്കിൽ വിദ്യാഭാരതിയുടെ കീഴിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. സെമിനാറുകൾ, അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സെമിനാർ പോലും വിദ്യാഭാരതി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പോയത് വലിയ ഒരു അപരാധമായിട്ടാണ് ചില മാധ്യമങ്ങളും ചില ആളുകളുമൊക്കെ തന്നെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഈ RSSൻ്റെ എന്തെങ്കിലും ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം, വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. അദ്ദേഹം ഏത് പരിപാടിയിൽ പങ്കെടുക്കണം, അദ്ദേഹം RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കണോ, ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കണോ എന്ന കാര്യം ഒക്കെ തന്നെ ഒരു പൊതുജനസേവകൻ, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അത് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിന് മാധ്യമങ്ങൾ ഇതൊക്കെ വലിയ സംഭവവികാസങ്ങളായി മാറ്റിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരികയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട്. തിരുവനന്തപുരത്ത് മണിവിളയിൽ സംഘടിപ്പിച്ച സങ്കൽപ്പ് 2026 എന്ന പരിപാടിയിലാണ് മുഖ്യ പ്രഭാഷകനായി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പങ്കെടുത്തത്. പരിപാടിക്ക് പങ്കെടുത്ത VC വേദിയിലെ ഭാരതാംബയ്ക്ക് മുന്നിൽ ദീപം കൊളുത്തി. അതാണ് അത്ര വലിയൊരു ഒരു പ്രതിസന്ധിയാണല്ലോ ദീപം കൊളുത്തുന്നത്. ലോകത്തെ 60% മരുന്നുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയാണെന്നും സായിപ്പിന് മരുന്ന് വേണമെങ്കിൽ ഇന്ത്യ നിർമ്മിക്കണം എന്ന അവസ്ഥയെത്തി എന്ന കാര്യം പറഞ്ഞു. അത് സത്യവുമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് കുഞ്ഞുനാൾ മുതൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാണെന്നും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 4 വർഷ വിദ്യാഭ്യാസ രീതി കേരളം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ അത് നടപ്പിലാക്കി. ഇപ്പോൾ എല്ലാവരും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരതമാതാവാണ്. വികസിത ഭാരതത്തിന് വേണ്ടി ഇവരെ നിങ്ങളുടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭാരതം അമ്മ ആയതിനാലാണ് വന്ദേമാതരം എന്ന് പാടുന്നത്. അമ്മ ആരാണ് എന്ന് അറിയാത്തവരാണ് വന്ദേമാതരം എതിർക്കുന്നത്. അവരും മാറും. ഈ നാട് മാറുകയാണ്. PSC പരീക്ഷ എഴുതി ജോലി കിട്ടണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം. കഴിഞ്ഞ നല്ല കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ചില കള്ളന്മാർ അതൊന്ന് കൊള്ളയടിച്ചു. അവർക്ക് കൂട്ടുന്നത് ആരാണ് എന്ന് നമുക്കറിയാം എന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേമാതരം പരാമർശിച്ചുകൊണ്ടാണ് VC പ്രസംഗം അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആശയങ്ങൾ, വിദ്യാഭ്യാസപരമായ അനുഭവങ്ങൾ ഒക്കെ തന്നെ ഈ സങ്കൽപ്പ് 2026 എന്ന പരിപാടിയിൽ തുറന്നു പറയുകയായിരുന്നു. വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുകയായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് കടന്നാൽ അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോയതല്ല. അദ്ദേഹം ആരെയും കൊല്ലാനോ ആരെങ്കിലും ആക്രമിക്കാനോ പോയതല്ല. അദ്ദേഹം മോഷ്ടിക്കാൻ പോയതല്ല. അദ്ദേഹം ആരെയും ഉപദ്രവിക്കാൻ പോയതല്ല. അദ്ദേഹം വിദ്യാഭ്യാസപരമായ ഒരു പരിപാടിയിൽ സ്വന്തം അറിവും പരിചയവും അനുഭവ പരിചയവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഒക്കെ തന്നെ, അനുഭവത്തിലൂടെ ലഭിച്ച ആശയങ്ങളും ഒക്കെ തന്നെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും പങ്കുവെക്കുകയുമാണ് ചെയ്തത്. അതിന് RSS വേദിയിൽ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എത്തി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മാധ്യമങ്ങളോട് പരമപുച്ഛം മാത്രം.